ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുക. ഇനി നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒട്ടുമിക്ക ആളുകളുടെ സംശയമായിരിക്കും, സാർ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, എനിക്ക് സയൻസ് എടുക്കാൻ പറ്റുമോ, സയൻസ് ഭയങ്കര ടഫ് ആണെന്നൊക്കെ എന്റെ സീനിയേഴ്സ് പറയുന്നുണ്ട്, +1 ഒന്നും നീ സയൻസ് എടുക്കേണ്ട മോനെ, കുടുങ്ങും എന്നൊക്കെ പല ആളുകളും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് സയൻസ് സബ്ജക്ട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഈ സയൻസ് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെയാണത്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളോട് പറയുന്നത് +1 സയൻസ് ചാനൽ, കൊമേഴ്സ് ചാനലൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്റെ ഉത്തരം യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നത് തന്നെയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം 10ാം ക്ലാസ്സിൽ വെറും 4 A+ ജയിച്ച് വന്ന ഒരു കുട്ടിയാണ് ഞാൻ. അന്ന് ചിലപ്പോൾ A+കളുടെ എണ്ണം ടോട്ടലി കുറവാണെങ്കിൽ പോലും ഒരു ആവറേജ് സ്റ്റുഡന്റ് തന്നെയാണ് ഞാൻ സയൻസിന് അഡ്മിഷൻ കിട്ടുകയും അങ്ങനെ സയൻസ് പഠിച്ചു വന്ന ഒരാളുമാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചധികം പഠിക്കാനുണ്ട് എന്നത് ശരി തന്നെയാണ് എന്ന് കരുതി നമ്മൾ പഠിച്ചാൽ തീരാത്ത സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടാത്ത സബ്ജക്റ്റുകളോ ഒന്നുമല്ല ഈ സയൻസ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങളെ സീനിയേഴ്സ് പല ആളുകളും അവർ പഠിക്കാത്തത് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. ഒരുപാട് മേഖലകളാണ് സയൻസിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇന്നലെ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്ത് ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യമാണ്, സാർ ഈ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സ്, എനിക്ക് ഒരു കൺഫ്യൂഷൻ ആണ്, സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഒരു കൺഫ്യൂഷൻ ആണ് എന്നൊരു കുറച്ച് കുട്ടികൾ ചോദിച്ചു. അപ്പൊ അവർക്കോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളോട് സയൻസ് എടുക്കാൻ തന്നെയാണ്. എന്ന് കരുതി കൊമേഴ്സ് മോശമായിട്ടല്ല, സയൻസ് അത്രയും കൂടുതൽ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്നാണ്. എന്നാൽ കൊമേഴ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്, ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണുക. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻസിന് സയൻസ് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റും, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ നമ്മൾ പഠിക്കാനൊരു മനസ്സുണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റുന്നതാണ്. പിന്നെ ഞങ്ങളില്ലേ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതിനേക്കാൾ മികച്ച രീതിയിലാണ് +1 ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കണ്ട ടീച്ചേഴ്സൊക്കെ തന്നെയാണ് +1 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാനുള്ളത്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. സൈലത്തിന്റെ അഗ്നി ബാച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു ഉറപ്പ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ. അത്രയധികം ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ താഴെ നമ്പർ വിളിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളെ പോലെ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്താക്കാം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. എന്നിട്ട് ടീമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഭാവിയിൽ നല്ല ഉയരത്തിൽ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.